എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2046 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ 3 ദിവസം പ്രത്യേക പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് മെഡിസിൻ എക്സ്പീരിയൻസ്, ഹോമിയോപ്പതി എന്റെ അനുഭവത്തിൽ എന്നുള്ള വിഷയത്തിൽ വിവിധ വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഹേമ ശേഖർ ക്ഷണിക്കുന്നു. ഡോക്ടർ ഹേമ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ പ്രതിദിന വെബിനാറിന്റെ 2046 സെക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹോമിയോപ്പതി ലോകത്താകമാനം 20 കോടി ആളുകൾ ഹോമിയോപ്പതി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ കൂടി 10 കോടി ആളുകൾ ഹോമിയോപ്പതി ഉപയോഗിക്കുന്നുണ്ട്. അതായത് പ്രതിവർഷം 20 മുതൽ 25% ആൾക്കാരുടെ വർധനയാണ് ഹോമിയോപ്പതി ചികിത്സ ഉപയോഗിക്കുന്നവരിൽ കാണുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ മാസ്റ്റർ സാമുവൽ ഹനിമാന്റെ ജന്മദിനമായ ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി നാം ആചരിക്കുന്നത്. 271 ജന്മദിനമാണ് ഈ വർഷം നമ്മൾ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചേക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിന്റെ മാനേജറും കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ അജയകുമാർ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ കൃതജ്ഞത ആശംസിക്കുന്നത് IFPHന്റെ സ്ഥിരം സഹയാത്രികളിൽ ഒരാളായ ഡോക്ടർ അജിനി മാളിയേക്കലാണ്. ഡോക്ടർ അജിനി ഇംഗ്ലീഷ് സെക്ഷന്റെ സ്ഥിരം മോഡറേറ്റേഴ്സിൽ ഒരാളാണ്. മാഡത്തെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ് CS, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ ഹോമിയോപ്പതി എന്റെ അനുഭവത്തിൽ എന്ന വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് സ്നേഹികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ഹേമ ശേഖർ. എന്തായാലും എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തെ എല്ലാ വികസനവും സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. ഹോമിയോപ്പതിയിൽ എത്രത്തോളം സമ്പത്തുണ്ടാവും, ഹോമിയോപ്പതിയിൽ എത്രത്തോളം വളരും. അതിനപ്പുറത്തേക്ക് ഒരു യുക്തിയും ശാസ്ത്രവും ഒന്നും തന്നെ ഇല്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വളരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ അധ്വാനം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അത് സമൂഹത്തിലെത്തി, അത് മറ്റുള്ളവരിലേക്ക് ഗുണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം പലപ്പോഴും മുൻവിധിയോടുകൂടി നമ്മളെല്ലാവരും തന്നെ മുൻവിധി ഉള്ളവരാണ്. അപ്പൊ ആ മുൻവിധി മാറിയിട്ട് നമുക്ക് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് ഇറങ്ങാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അജയകുമാർ സാറിന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാർഡിയോളജിസ്റ്റ്, നമുക്കറിയാം കാർഡിയോളജിസ്റ്റ് തിരക്ക് എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. എന്തെങ്കിലും എമർജൻസി വന്നു കാണും, സാറ് ജോയിൻ ചെയ്തോളും. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വേദിയാണ്. ഡോക്ടർ ബിന്ദു BRന്റെ കെയർ ഓഫിൽ വന്ന കുറച്ച് പേരിനകത്തുണ്ട്. ഡോക്ടർ ബിന്ദു, ഇൻവൈറ്റ് ചെയ്യാമോ? വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അതീതമായിട്ട് രോഗി പരിചരണത്തിന് അത് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിദ്യാരാജ കോളേജിന്റെ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതായത് ഓട്ടിസം ഡേയിലാണ്, തിരുവനന്തപുരത്ത് മാനവീയം വീതിയിൽ വെച്ചിട്ടാണ്. അപ്പം മാനേജർ അജയകുമാർ സ്ഥാനത്ത് ഉണ്ടായിരുന്നു. സാർ ഒന്നിന്റെ കാര്യം എന്നോട് പറയുകയുണ്ടായി. വളരെ അത്ഭുതമാണ്. അത്ഭുതം വെച്ചാൽ ഇതിനപ്പുറം വേറെ വാക്കുകളൊന്നും ഒരു ശാസ്ത്രത്തിനും വിശദീകരിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ. നേരത്തെ നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ പറഞ്ഞ പോലെ ശാസ്ത്രം വളരേണ്ടതുണ്ട്, നമ്മളല്ല വളരേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ ബിന്ദുവിനെ ക്ഷണിക്കും. ഡോക്ടർ ബിന്ദു, അൺമ്യൂട്ട് ചെയ്യാമോ? ശരി, ഗുഡ് ഈവനിങ്. ഇല്ല, ഇത്രയൊന്നും സാറ് പറയേണ്ട ഇതൊന്നും എനിക്ക് തോന്നില്ല. പിന്നെ നമ്മള് ശരിക്കും പഠിക്കാൻ തന്നെ നിങ്ങളെ പോലുള്ള PGs ആണ്. എല്ലാ പ്രാവശ്യവും ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ PGs ആയിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു പ്രചോദനമാണ് ഇന്ന് എന്തെങ്കിലും ഹോമിയോപ്പതിയിൽ ശരിക്കും ഓർഗനോൺ ഇഷ്ടപ്പെട്ടതും ഓർഗനോൺ തന്നെ തെരഞ്ഞെടുത്തതും അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്.
പിന്നെ ഇതുവരെ ആ ഒരു പ്രിൻസിപ്പിൾ കാര്യം പഠിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹോമിയോപ്പതി പ്രാക്ടീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ ശബ്ദം കുറവാണ്, നെറ്റ് പ്രോബ്ലം ആണോ ഡോക്ടർ ബിന്ദു? ശബ്ദം കുറവാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മള് ആരെ വിളിക്കാൻ ഉദ്ദേശിച്ച പറഞ്ഞാൽ മതി. സഖി അല്ലേ? ബിന്ദു ഡോക്ടറെ കെയർ ഓഫിൽ വന്നായിരിക്കുമല്ലോ. മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ സാർ? കേൾക്കാം കേൾക്കാം. ഓക്കെ. ഞാന് ഹോമിയോപ്പതിയിലോട്ട് ട്രീറ്റ്മെന്റിന് വന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം ആയി. ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈ ഹോമിയോപ്പതിയിൽ തന്നെയാണ് പോകുന്നത്. ബിന്ദു മാഡത്തിന്റെ പേഷ്യന്റ് ആണ്. ഒരു അലർജി പ്രോബ്ലം ആയിട്ടാണ് ഞാൻ മാഡത്തിനെ കാണാൻ പോയത്. ഏകദേശം അലർജിക്ക് ഒരു 10 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടായിരുന്നു. ആദ്യം സൺലൈറ്റ് അലർജി ആയിട്ട് തുടങ്ങി, പിന്നീട് അത് പല പല രീതിയിൽ ആയി. ഫുഡ് അലർജി ആയി, ഫുഡിൽ തന്നെ ഫ്രൂട്ട്സ്, നോൺ വെജ്, അങ്ങനെ ഒന്നും കഴിക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ അലർജി എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഇച്ചിങ് മാത്രമല്ല, എനിക്ക് ശ്വാസം മുട്ടലും ഉണ്ടായി. അങ്ങനെ ശ്വാസം മുട്ടലിന്റെ ഒരു അവസ്ഥയിലോട്ടും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പല ദിവസങ്ങളിലും രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി. കിടക്കാൻ പറ്റൂലായിരുന്നു. ഇങ്ങനെ ആരോ കഴുത്തിന് ചവിട്ടി പിടിച്ച് വെച്ചിരിക്കുമ്പോഴത്തെ ഒരു അവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും തകർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് പലതും ട്രൈ ചെയ്തു. ഇങ്ങനെ റെസ്പിറേറ്ററി ഡോക്ടറൊക്കെ കണ്ടു, ഇൻഹേലറൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനേക്കാളും സിവിയർ ആയിട്ട് എനിക്ക് പിന്നെ മുഖത്ത് ഫുള്ളും സ്കിന്നെല്ലാം ഇങ്ങനെ പൊളിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് മാറി. ഇച്ചിങ്ങും ഉണ്ട്, അതേപോലെ സ്കിന്നെല്ലാം പൊളിഞ്ഞ് മുഖം രാവിലെ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നമ്മൾ ഡെസ്പായി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാതിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ കൈയെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞിട്ട് കൈയെല്ലാം ഫുള്ളും ഇങ്ങനെ കരിയെടുത്ത് തേച്ചതുപോലെ ആയി. അത്യാവശ്യം നിറമുണ്ട്. അതിൻ്റെ ഇടയിൽ കൈ രണ്ടും കണ്ടാല് എന്റെ കൈയാണെന്ന് പറയേയില്ലായിരുന്നു. വേറെ ആരുടെ കൈ പോലെ തോന്നുന്നു. അത്രയ്ക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അത് കാണുമ്പോൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ആര് കണ്ടാലും അയ്യോ എന്ത് നീ, എനിക്ക് പുറത്തിറങ്ങിയാൽ ഈ വയ്യായികയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ തന്നെ എനിക്ക് ഫുൾ ടൈം വേണം. എല്ലാവരും വന്ന് ചോദിക്കും. അത്രത്തോളം മുഖവും വൃത്തികേടായിരുന്നു. പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ മുഖവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ വിദ്യാരാജ ഹോമിയോ കോളേജിലെ കാര്യം പറയുകയും ബിന്ദു മാഡത്തിനെ പോയി കാണാൻ പറയുകയൊക്കെ ചെയ്തത്. അത് പോവാൻ തീരുമാനിച്ചത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം. കാരണം എന്ന് വെച്ചില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് എനിക്കറിയണ്ട. അത്രയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. മുഖം ഇടയ്ക്ക് ഞാൻ കാര്യങ്ങളൊക്കെ വലിയ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ എൻ്റെ മുഖത്തിന്റെ ഒരു അവസ്ഥ കണ്ടാല് എനിക്ക് പറയാൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു മോശം അവസ്ഥയിലായിരുന്നു. എല്ലാവരും, പിള്ളേര് പോലും അയ്യോ ഇതെന്ത് ഇങ്ങനെ അമ്മ ഇങ്ങനെ, അവർക്ക് തന്നെ ഭയങ്കര ഒരു വിഷമം ഉണ്ടായി എന്റെ മുഖം കണ്ടിട്ട്. ഫുള്ളും കണ്ണിന്റെ ചുറ്റുമുള്ള സ്കിന്നെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് രാവിലെ നോക്കുമ്പോ അതായിരിക്കും അവസ്ഥ. ഇവിടെ എല്ലാം ഇങ്ങനെ പൊളിഞ്ഞിട്ട് മുഖമെല്ലാം ഇങ്ങനെ ഈ രക്തം ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് മുഖം കഴുകിക്കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് കുഴപ്പമില്ല. പിന്നെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് അങ്ങ് കുറയുമ്പോൾ പിന്നെയും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമായിരുന്നു. അങ്ങനെ ഞാൻ ബിന്ദു മാഡത്തിനെ വന്ന് കണ്ടത്. ഇപ്പൊ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു കുറച്ച് ടൈം എടുക്കും, കാരണം ഇത്രയും പഴക്കമുള്ളതായതുകൊണ്ട് തന്നെ. പിന്നെ ക്ഷമ വേണം, കറക്റ്റായിട്ട് മെഡിസിൻ കഴിക്കണം, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ മാഡത്തിന് ഞാൻ 100%, സത്യം പറഞ്ഞാൽ അപ്പോഴും ഒരു 50% വിശ്വസിച്ചോളൂ. എന്തായാലും തുടങ്ങാന്ന്. പലതും പരീക്ഷിച്ചില്ലേ ഞാൻ. ഇതിന്റെ എന്തോ എനിക്കൊരു വിശ്വാസം പകുതിയെങ്കിലും തോന്നി. അപ്പൊ തുടങ്ങാന്ന് കരുതി തുടങ്ങിയപ്പോ ഫസ്റ്റില് അതിങ്ങനെ ചെറുതായിട്ട് കൂടും പോലെയൊക്കെ തോന്നി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് കൂടും, പേടിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ മുഖം കണ്ട് ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് മാഡത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അയ്യോ ഞാൻ എന്ത് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴും വളരെ കൂളായിട്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നല്ല ഇതായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയത് തന്നെ. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഗ്രാജ്വലി അത് കുറഞ്ഞു തുടങ്ങി. ആ ഇച്ചിങ്ങും കുറഞ്ഞു. പിന്നെ ഈ മുഖത്തെ പാടുകളും എല്ലാം നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി. അപ്പോ അടുത്ത് പിന്നെ എല്ലാവരും ഇതെങ്ങനെ കുറഞ്ഞു എന്നുള്ളതായി. പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു.
അത് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും മോശമായിട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കിപ്പോ ഇത്രയും പഴയതുപോലെ ഞാനായി. എന്റെ കൈയെല്ലാം കണ്ടാല് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഭയങ്കര റഫായിരുന്നു. തൊടാൻ പറ്റൂല കയ്യിലൊക്കെ. എന്തോ ഈ ആനയുടെ പുറത്ത് തൊടുമ്പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത്ര ഹാർഡായിട്ടായിരുന്നു എന്റെ രണ്ട് കൈയും മുഖവും എല്ലാം അങ്ങനെയായിരുന്നു. എന്തായാലും ബിന്ദു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ എല്ലാം പഴയതുപോലെ ആയി. എന്റെ മുഖവും കറക്റ്റ് നേരത്തെ പോലെ ആയി. കുറച്ച് അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ കയ്യും എല്ലാം ഓക്കെ ആയി. ഇപ്പൊ ആര് ചോദിച്ചാലും എനിക്ക് ധൈര്യത്തിൽ പറയാം, ഇന്ന സ്ഥലത്താണ് ഇന്ന ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് പറയുകയാണ്. ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ, വളരെ സന്തോഷത്തോടു കൂടി. കാരണം ഞാൻ തന്നെ ജീവിക്കുന്ന ഉദാഹരണം എന്നുള്ള രീതിയിൽ എനിക്ക് എന്നെ തന്നെ പറഞ്ഞു കൊടുക്കാമല്ലോ. എനിക്ക് അങ്ങനെ ആയിരുന്നു, നേരത്തെ അറിയാന്നുള്ളവർക്ക് ഇത് എനിക്ക് വന്ന മാറ്റം അവർക്ക് തന്നെ നേരിട്ട് കാണാന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ ധൈര്യത്തിൽ അത് പറയാം. ഈ അവസരത്തിൽ ഞാൻ ഡോക്ടറുടെ അടുത്ത് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ പറ്റിയതിനും ഒത്തിരി നന്ദി. താങ്ക് യു. വളരെ നന്ദി. ഇപ്പം മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് എല്ലാവരും ആലങ്കാരികമായി പറയും, പക്ഷെ ഹോമിയോപ്പതിക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായ ഒരു പ്രായോഗിക ശാസ്ത്രമാണ്. പിന്നെ ജനങ്ങളുടെ അതെ അവസ്ഥ വേറൊന്നാണ്. അതായത് ഈ പറഞ്ഞ പോലെ ആപത്ത് വന്നെടുത്ത് തീടുന്ന കാലത്ത് ശോഭിക്കയിലൂടെ സജ്ജന ഭാഷ എന്ന് പറയും. അപ്പം വയ്യാതെ എത്ര കുഴപ്പത്തിൽ കിടന്നാലും സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ എന്തായാലും മാഡത്തിന് മനസ്സിലായി. 50%. 100% ഇപ്പൊ മാറ്റി ഡോക്ടർ ബിന്ദുവിന് കഴിഞ്ഞു. അതിനേക്കാളും സന്തോഷം. അതെ അതെ ഡോക്ടർ ബിന്ദു അൺമ്യൂട്ട് ചെയ്യാമോ? നെറ്റ് ശരിയായോ? ആ, താങ്ക് യു സഹി. ശരിക്കും നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്തുമാത്രം ക്ഷമ വേണ്ടി വന്നു എന്നുള്ളത്. മിക്കവാറും വഴക്ക് പറയായിരുന്നു. ഇപ്പൊ സഹിയെ കാണാൻ കിട്ടാറില്ല. എന്തെങ്കിലും ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം സഹി വരും. അപ്പൊ അപ്പോഴാണ് ഇങ്ങനൊരാൾ ഉണ്ടെന്നുള്ള ഓർമ്മ വരുന്നത്. പക്ഷെ ഒത്തിരി സന്തോഷം. കാര്യം നിങ്ങളുടെ ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ കാണിക്കാനോ ഒന്നും പറ്റില്ല. എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനേക്കാളും ഞങ്ങളുടെ സിസ്റ്റത്തില് ഹോമിയോപ്പതിയില് വിശ്വാസം അർപ്പിക്കാൻ തോന്നിയ മനസ്സുണ്ടല്ലോ, അത് പലർക്കും അതൊരു എന്താ ഒരു ഉൾവിളിന്നോ അല്ലെങ്കിൽ പലർക്കും അതൊരു തെളിവായിക്കോട്ടെ. ഒത്തിരി സന്തോഷം. തീർച്ചയായും ഒത്തിരി താങ്ക് യു ഡോക്ടർ. അതെ, ബിന്ദു ഡോക്ടർ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. അതായത് ഈ ഈ മനുഷ്യനെ ഞാൻ അറിയില്ല എന്ന് പറയുന്നവരാണ് പലരും. എന്തായാലും മാഡം വളരെ തുറന്ന് സംഭവിച്ചു, സന്തോഷം. ഡോക്ടർ ബിന്ദുവിന് അടുത്ത ആളാരാണ്? ജൂലി മാഡം ആണോ? അതെ അതെ, ജൂലി മാഡം. മാഡം സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യണേ. മാഡത്തിന് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? നെറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓട്ടിസം ഡേക്ക് പോയിട്ട് അത്ഭുതകരമായ കാഴ്ച വെച്ചാൽ ഡോക്ടർ ബിന്ദു കുട്ടികളുടെ പാട്ടുപാടാൻ ഡാൻസ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ, ഒരു അംഗനവാടി ടീച്ചർ എങ്ങനെ കുട്ടികളെ അതേ രീതിയിലായിരുന്നു. അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. മാനവീയ രീതിയിലായിട്ട് കാണാൻ നമ്മുടെ ഭാഗത്ത് ആൾക്കാർ കുറവാണെങ്കിൽ പബ്ലിക് ഉണ്ടായിരുന്നുള്ളതാണ് അതിനേക്കാളും. കാരണം ഒരു 10-300 പിള്ളേർ പഠിക്കുന്ന കോളേജാണ്. അപ്പൊ അവർ വളരെ വിഷമം തോന്നി. ഇത്രയും ഒരു എന്താ പറയുക, ദൈവതുല്യ ടീച്ചർ ഉണ്ടായിരുന്നിട്ട് അത് ഉപയോഗിക്കാൻ ആ കുട്ടികൾ തയ്യാറായില്ല എന്നുള്ള ഒരു ഖേദകര വസ്തു കൂടി എനിക്ക് ഓർമ്മ. ഇത് യൂട്യൂബിൽ കിടക്കുമല്ലോ, കാണുമല്ലോ. കുറച്ച് പേർക്ക് പരിവർത്തനം ഉണ്ടാകട്ടെന്ന് ആഗ്രഹിക്കുന്നു. മാഡം എന്താ പറയാനുണ്ടോ? സഖി മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ. പറയൂ. ഓക്കെ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ആ ഒരു വിഷയത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയത്. കാരണം ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല സമയങ്ങളിൽ ഒത്തിരി കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ആ ഒരു സമയത്തായിരുന്നു ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ വരികയും അവരുമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ വിചാരിക്കും ഒരു അമ്മ കുട്ടികളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നി. ഇപ്പൊ ഞാൻ റീസെന്റ് കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരു കുട്ടി ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു കുട്ടി പാട്ട് പാടണം, മാഡത്തിന്റെ കൂടെ പാടണമെന്ന് പറഞ്ഞിട്ടൊക്കെ അവരുടെ അങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര അതിശയം തോന്നി. മാഡം അതിനുവേണ്ടി പാട്ട് പഠിക്കുന്നു, അവരുടെ ഒപ്പം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അതൊക്കെ അവരെ പോലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന എന്തുമാത്രം വലിയൊരു പ്രചോദനമാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നപ്പോൾ. അത് അതിന് മുന്നേയും പല പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ ഇങ്ങനെ അത്തരം കുട്ടികൾ വരും, അവരുടെ പേരൻസ്. അപ്പൊ അവരുടെ അടുത്തെല്ലാം ക്ഷമയോടുകൂടി സംസാരിക്കുന്നതും
അവരുടെ ഓരോ ആക്ടിവിറ്റീസിൽ അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കണൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഈ ട്രീറ്റ്മെന്റിന്റെ ഈ ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു ഇതിൽ അപ്പുറമായിട്ട് കൂടുതലായിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്യണ വരുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, നന്ദി മാഡം. ജൂലി മാഡം റെഡിയാണോ? ഓക്കെ ഓക്കെ സാർ, ഓക്കെ, നെറ്റ് ശരി. പ്രോബ്ലം ഉണ്ട്. ഓക്കെ. സംസാരിക്കാമോ? നെറ്റ് പോയെന്ന് തോന്നുന്നു വീണ്ടും. കേൾക്കാമോ സാർ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. വീണ്ടും നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലോ. യാത്രയിലാണെന്ന് തോന്നുന്നു അല്ലേ? മാഡം കേൾക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ബിന്ദു ആ കേസ് എന്ന് പറയാമോ? ഡോക്ടർ ബിന്ദു, ഹലോ. മാഡം നെറ്റ് പോയപ്പോ എന്താ പറഞ്ഞാൽ കൊള്ളാം. അത് ജിതു എന്ന് പറഞ്ഞ എനിക്കൊന്ന് മനോജ് ഡോക്ടർ കണ്ടു. ഞാൻ ഡുവറ്റ് പാടിയ മോനാണ്. അത് ജിതുവിന്റെ അമ്മയാണ്. ശരിക്കും ജിതുവിനെ കൊണ്ടുവന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും നമ്മുടെ ആ ഡോക്യുമെന്ററിയിലൊക്കെ ജിതു ഉണ്ട്. കീബോർഡ് വായിക്കും. അതുപോലെ മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും ഒരുമിച്ച് ഒരുപോലെ പാടുന്ന ഒരു മോനാണ്. നേരത്തെയൊക്കെ പാടുമ്പോ അതിന്റെ ഇടയിൽ പരസ്യം ഒക്കെ അവൻ പറഞ്ഞ് ട്യൂണും ഒക്കെ കൂടെ പാടിയേ പോവുള്ളായിരുന്നു. ആദ്യം നമ്മുടെ അവിടെ വന്ന സമയത്തെന്ന് പറഞ്ഞാല് ചെറിയൊരു കുഞ്ഞിന്റെ കരച്ചിലോ എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ മതി അവൻ ചെവിയിൽ കൈവച്ചിട്ട് ഭയങ്കരമായിട്ട് വിളിക്കുമായിരുന്നു. പിന്നെ കൊണ്ടുവരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. അവിടെ നിന്നൊക്കെ ഇപ്പം ഒറ്റയ്ക്ക് നിന്ന് പാട്ട് പാടാനും പറയുന്നതെല്ലാം കേൾക്കാൻ അമ്മയ്ക്ക് ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും ജൂലി മാഡം പറയുന്നതാണ് കുറച്ചും കൂടി ജിതുവിന്റെ ആ ട്രാൻസ്ഫോർമേഷൻ. ഒറ്റയ്ക്ക് ഒരമ്മ സ്ട്രഗിൾ ചെയ്ത കാര്യം, അമ്മ തനിച്ചാണ്. അമ്മയും അമ്മൂമ്മയും കൂടിയാണ് നോക്കുന്നത്. അമ്മ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും കൂടിയാണ്. അപ്പൊ അമ്മ വർക്കിംഗ് സ്റ്റാഫായിട്ട് അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഒരുപാട് ആ ചേഞ്ച് വന്നതിന് ശേഷമാണ്. അത് ശരിക്കും മാഡം പറയുന്നതായിരുന്നു ഒന്നും കൂടി. യാത്രയിലാണെന്ന് തോന്നുന്നു, നെറ്റ് കിട്ടുന്നില്ല. അല്ല, അവരിപ്പം നാട്ടില് വർക്കലയിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ജിതുവിന്റെ കൂടെ ഒരു ഡുവറ്റ് പാടുക എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതാണ് ഞാൻ ഈ വർഷം അതൊരു ഇതായിട്ട് വെച്ചിരുന്നു. കാര്യം അവൻ ആരെയും കൂടെ പഠിക്കത്തില്ല. അവന് തനിച്ച് പാടണം. അത് മെയിൽ വോയിസ് ആണെങ്കിലും ഫീമെയിൽ വോയിസ് ആണെങ്കിലും അതിന്റെ ഇടയിൽ വരുന്ന ട്യൂൺ ആണെങ്കിലും പരസ്യവും ഒക്കെ പറയുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലാതെ അവന്റെ കൂടെ ഒരു ഡുവറ്റ് പാടുക എന്നുള്ളത് അത്ര വലിയ പാട്ടുകാരിയൊന്നും അല്ലെങ്കിൽ അവന്റെ കൂടെ ഒന്ന് പാടാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ആഗ്രഹമായിരുന്നു. അത് ഈ വർഷം എന്തായാലും സാധിച്ചു. എന്തായാലും ജൂലി മാഡം ജോയിൻ ചെയ്തു. നെറ്റ് റെഡിയാണോ മാഡം? ഇപ്പൊ നെറ്റ് പ്രോബ്ലം തോന്നുന്നു. കുഴപ്പമില്ല സാർ. ചിലപ്പോ ക്യാമറ ഓഫ് ആക്കിയാണെങ്കിൽ മാത്രം കുറച്ച് കേൾക്കാൻ പറ്റുമായിരിക്കും. മാഡം വീഡിയോ ഓഫ് ആക്കി ചിലപ്പോ കുറച്ചുകൂടെ ബെറ്റർ ആവും. കേൾക്കാവോ സാർ? കേൾക്കാം കേൾക്കാം. സാർ, ഇവിടെ നെറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതാണ്. അപ്പോ എന്നെ സംബന്ധിച്ച് ഡോക്ടറെ അടുത്ത് എത്തുന്നത് വരെ ഞാനൊരു നെഗറ്റീവിന്റെ ആളായിരുന്നു. കാരണം എനിക്കൊന്നും ശരിയാകില്ല എന്നൊരു ചിന്തയുമായിട്ട് ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. കാരണം മോനെ അത്രയ്ക്ക് പാടായിരുന്നു. അവിടെ നിന്ന് ഫസ്റ്റ് ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇതുണ്ട്. ഡോക്ടർ എപ്പോഴും ശരിയാകും എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും 100% അവൻ മാർക്ക് എഴുതുമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് 15 വയസ്സ് വരെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം അവൻ തനിയെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പഠിക്കുന്നു. നമ്മൾ പറയുന്നത് മനസ്സിലാക്കും. ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞു മാറിയെന്ന് തന്നെ പറയാം.
എങ്ങനെ നോക്കിയാലും എന്നെ സംബന്ധിച്ച് 100%. ഇത് വലിയ മാറ്റങ്ങൾക്കൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ, അവൻ പഠിച്ചു വരാനുള്ള താമസങ്ങൾ, അത് ചെറിയ പറ്റിയാവും. ഇത്രയും വർഷം കൊണ്ട് പറ്റാതിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ പറ്റുന്നുണ്ട്. എനിക്ക് ആ ഒരു വിശ്വാസം, ഹോമിയോയിൽ ആ ഒരു വിശ്വാസം തന്നെയാണ് എന്റെ. അത് തുടർന്ന് ഞാനും അത് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഹെൽത്ത് പ്രോബ്ലം വന്നപ്പോഴും ഞാൻ ഡോക്ടറെ മാത്രമാണ് ആശ്രയിക്കുന്നത്. എനിക്ക് അതിൽ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ ഒരുപാട് പേരെന്ന് വെച്ചാൽ എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ പറയുന്നത്, പലരും പല അഭിപ്രായങ്ങളും പറയും. വിശ്വാസമുണ്ടെങ്കിൽ ഹോമിയോ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ഡോക്ടറുടെ അടുത്തുനിന്ന് കിട്ടിയ ഒരു അനുഭവം. പിന്നെ എന്താ പറയുക, എനിക്ക് എന്നെ സംബന്ധിച്ച് എത്ര മാറ്റം ചോദിച്ചാൽ 100% തന്നെ ഞാൻ പറയും. അത് ഹോമിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരും പറയുന്നത് പതിയെ മാറ്റം വരുള്ളൂ, ഒരുപാട് കാലം എടുക്കും, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന, അത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക്. പോസിറ്റീവാണ്. നല്ലൊരു വിശ്വാസം, ഹോമിയോ അത് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ ഇപ്പൊ ഉണ്ട്. അതിന് വലിയൊരു നന്ദിയുണ്ട് ഡോക്ടറോടും. പിന്നെ നന്ദിയുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഇവിടെ നെറ്റ് പോയല്ലോ. നമുക്ക് മുസ്തഫ സാറിലേക്ക് പോവാം. മുസ്തഫ സാറേ, അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? ഹലോ, സാർ വന്നിട്ടുണ്ടോ സാറേ? ആൾക്കാരെ മനസ്സിലാവുന്നില്ല ആരൊക്കെയാ വന്നതെന്ന്. വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒന്നുകൂടി വെയിറ്റ് ചെയ്ത്. എന്തോ ഈ ഒരു പവിത്രം അങ്ങനെ എന്നാണോ? പവിത്രൻ ഉള്ള ഉണ്ട് ഉണ്ട് ഉണ്ട്, അതെ. പവിത്രൻ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാമോ പവിത്രൻ സാർ? അൺമ്യൂട്ട് ചെയ്യാമോ? പവിത്രൻ. റെസ്പോണ്ട് ചെയ്യുന്നില്ല. നെറ്റ് പ്രോബ്ലം ആണോ എന്നറിയില്ല. പവിത്രൻ വരുമെന്ന് പറഞ്ഞിട്ട്. ആണല്ലേ? സാറേ, ഹിമ ഉണ്ടോ? എന്തോ ഹിമ എന്തോ ലിമേ പേരെന്താ? ഹിമ. ഹിമ. ഒരു മിനിറ്റ്. ഇല്ല ഇല്ല, ജോയിൻ ചെയ്തിട്ടില്ല. ഒരു ഷാഹില ഉണ്ടല്ലോ, ഷാഹില. അത് ചിലപ്പോ ആയിരിക്കാം. നോക്കാം. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം, അപ്പൊ നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അൺമ്യൂട്ട് ചെയ്യാമോ? സഹല അല്ലേ? ഷാഹില. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാമോ? സാജൻ ഇട്ടി. അത് നേരത്തെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. ശോഭൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അല്ലല്ലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഷാഹില. റെസ്പോൺസ് ഇല്ലല്ലോ. സലീമ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് വീണ്ടും പോയി. ചിലപ്പോ നെറ്റിന് പ്രശ്നമായിരിക്കാം. വിഷയമില്ല. സലീമ ഡോക്ടറെ വന്നിട്ടുണ്ടോ? ഡോക്ടർ പറഞ്ഞയാള്. ഞാൻ ഒന്ന് വിളിക്കണം, അയാള് ഒരു പുറത്ത് നോക്കണം, ഞാൻ വിളിച്ചു വരുത്താം. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. ഈ ഓൺലൈൻ പ്രോഗ്രാമുള്ള ഏറ്റവും ലിമിറ്റേഷൻ അതാണ്. ഏറ്റവും സൗകര്യം ഓരോരുത്തർക്ക് അവരെ വീട്ടിൽ നിന്ന്, പക്ഷെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റി പലപ്പോഴും പ്രശ്നമാവും. നമുക്ക് അതൊരു കൃത്യമായിട്ട് അറിയാനും പറ്റില്ല. ഡോക്ടർ ഹിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഹിമയുടെ പേരിലായിരിക്കത്തില്ല കയറിയിരിക്കുന്നത്. ഒരു പക്ഷെ ആയിരിക്കാം. ക്യാമറ ഓൺ ചെയ്യാമല്ലോ. പവിത്രനുണ്ടല്ലോ, ഒന്നുകൂടെ വിളിച്ചു പക്ഷെ നോക്കൂ. ഓൺ ചെയ്യുന്നില്ല, അതെ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പറയല്ലോ, ഈ ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുമ്പോൾ
മൂകം കരോതി വാചാലം പങ്കും ലംഘയതി. അതായത് സംസാരിക്കാത്ത സംസാരിക്കും, മുടന്തൻ മല കയറും എന്നാണ്. എന്ന് പറഞ്ഞ പോലെ ഡോക്ടർ ബിന്ദുവിന്റെ പല കേസുകളിലും അത് അജയകുമാർ ചില കേസുകൾ കാണിച്ചിരുകയും ചെയ്തു. പിന്നെ ടൈപ്പ് സംസാരിക്കാറും ചില കുട്ടികൾ പോലും അത് കഴിഞ്ഞ് മെഡിസിൻ കഴിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി അവരവിടെ നിന്ന് പാട്ട് പാടി എന്നുള്ളതാണ്. അപ്പൊ അതിനപ്പുറം എന്താ വേണ്ടത്? എന്ത് എവിഡൻസാ വേണ്ടത്? ഒന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ എന്താ പറയുക, മുൻവിധിയോട് കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതല്ലാതെ അതിന് പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഈ എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അക്സെപ്റ്റ് ആണ്. നമുക്ക് ഇന്ത്യയുടെ കാര്യം തന്നെ അറിയാമല്ലോ. മുമ്പുള്ള ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിലകൾ ഇപ്പോഴത്തെ ഇന്ത്യൻ പാസ്പോർട്ടിന് പുറത്ത് പോയെന്ന് പറയുന്നേക്കാം പാസ്പോർട്ട് തെറിയുമായിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. നമ്മൾ സാമ്പത്തികത്തിൽ വളർന്നപ്പോൾ പാസ്പോർട്ടിന് വില കൂടി എന്ന് ഡോക്ടർ അജിനിക്കൊക്കെ അറിയാമായിരിക്കും. അപ്പൊ ആ ഒരു സംഭവം ഹോമിയോപ്പതിയിലും ബാധകമാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആരെല്ലാം ഉണ്ടോ? ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യണേ. സേട്ട് സാർ ജോയിൻ ചെയ്യാറുണ്ടല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ. ഉണ്ട്. ഉണ്ടല്ലേ? ആ സാറേ, സേട്ട് സാർ അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? സാർ എപ്പോഴും വളരെ ബിസിയാണ്. ആ കേറാവോ? unmute ചെയ്യ്. ആ കേൾക്കാം സാറേ, കേൾക്കാം. ഞാൻ നിങ്ങളെ കേട്ടോണ്ടിരിക്കുക. ആ എന്നാലും സാറ് പറയുന്നത് കേൾക്കാൻ സുഖമില്ലേ? സാറിന്റെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് സാറേ? ബിന്ദു ബി ആർ ഡോക്ടറൊക്കെ സാറിന് സ്റ്റുഡൻസ് ആണല്ലോ. ആ കുഴപ്പമില്ല. ആ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് കൂടുതലേ. അതെ അതെ അത് അതെ, അത് നല്ലത്. വളരെ അത്ഭുതകരമായിട്ട് കാര്യമുണ്ട് സാറേ. ഈ പറയും പോലെ ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ പഠിക്കും എന്നുള്ളതാണ്. ഉം. ആപ്ലിക്കേഷൻ കൂടുതലുള്ളതുകൊണ്ട് ആ 3 മാസത്തിൽ കൂടുതൽ നിർത്താൻ പറ്റില്ല. ഇത് സാറേ കേട്ടില്ല. അല്ല, ആപ്ലിക്കേഷൻസ് കൂടുതലുള്ളതുകൊണ്ട് ആ 3 മാസത്തിൽ കൂടുതൽ നിർത്താൻ പറ്റുന്നില്ല പറയാ. ആ സാറിന്റെ അവിടെ അല്ലേ? ആ ഓക്കെ, ശരി. അതെ അല്ല, 4 വരെ കൂടുതൽ നിർത്തിയാല് ആ ആരും ഒന്നും പഠിക്കൂല. ആ അതെ തീർച്ചയായിട്ടും. അതാണല്ലോ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഗുണം അല്ലെ. മിനിമം സ്റ്റുഡൻസ് ആയിരിക്കും, മാക്സിമം എക്സ്പോഷർ കിട്ടും. അതെ. എനിക്ക് ഹോമിയോപ്പതിക്കും വേണ്ട ആ ഒരു രീതി തന്നെ ആയിരുന്നു. ദൗർഭാഗ്യവശാലും നടക്കുന്നില്ല എന്നുള്ളതാണ്. മുസ്തഫ സാറായാലും ജോയിൻ ചെയ്തിട്ടുണ്ടോ സാറേ? ആ പവിത്രൻ അൺമ്യൂട്ട് ചെയ്യാമോ സാർ? അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ. അഡ്മിറ്റ് ചെയ്യുന്നില്ല ആരെയും. എന്റെ ടെസ്റ്റിംഗ് വരുന്നതെല്ലാം ഞാൻ ഉടനെ അഡ്മിറ്റ് ചെയ്യും. ആ അൺമ്യൂട്ട് ചെയ്യാമോ? മുസ്തഫ സാറെ, പവിത്രൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അൺമ്യൂട്ട് ചെയ്യുന്ന ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഇപ്പം അൺമ്യൂട്ട് ചെയ്യായിരിക്കും. ഇല്ല, ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ താഴെയായിട്ടൊരു മൈക്ക് സിമ്പൽ ഉണ്ട്, അവിടെ തൊട്ടാൽ മതി. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറായി. വീ- അരമണിക്കൂർ, 3/4 മണിക്കൂർ, അരമണിക്കൂറേ ന്യായപ്രകാരം ഉള്ളൂ. പവിത്രൻ സാർ, ഞങ്ങൾ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അൺമ്യൂട്ട് എന്ന് കാണിക്കും, അതിൽ പ്രസ് ചെയ്താൽ മതി. പവിത്രൻ വീട്ടില് സാർ, വീട്ടില് മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവരെ വിളിച്ചെങ്കിൽ അവർ ചെയ്തു കൊടുത്താൽ നമ്മൾ മതി. ഓപ്ഷൻ അയച്ചിട്ടുണ്ട്. അല്ല, പുള്ളി ഫോണും കൊണ്ട് നടക്കുകയാണ്, അതാണ് പ്രശ്നം. ഇത് കാണൂല. ഓപ്ഷൻ സാർ, അയച്ചുകൊണ്ട് ആ കാണാമല്ലോ. ഓക്കെ, അൺമ്യൂട്ട് ആയി. സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് സാർ പ്ലീസ്. ഓക്കെ, ഓക്കെ ഓക്കെ. സംസാരിക്കൂ. ഹലോ, കേൾക്കാം, സംസാരിച്ചോളൂ. ഹലോ. ഞാനിപ്പോ ഞാനിപ്പോ ഒരു 2-3 വർഷത്തിന്റെ മേലെ ഇപ്പോ ഹോമിയോ കൊടുക്കുന്നത്. അതെ, വെറ്റിനറി രംഗത്തെ അനുഭവങ്ങൾ പറയുകയാണ് സാർ. പറഞ്ഞോളൂ, കേൾക്കാം. ഓ, പറഞ്ഞോളൂ, കേൾക്കാം. ചർമ്മരോഗത്തിന് കൊടുത്തിന്, കുറെ ഇതിന് കൊടുത്തിന്, എല്ലാം എനിക്ക് നല്ല ഇതായിന്. പിന്നെ കാൽസ്യം വെറ്റിച്ചുള്ള കൊടുക്കില്ല. ഡോക്ടർ ഇരുന്ന ക്ഷീണത്തിനുള്ള ഇതെല്ലാം കൊടുക്കല്. ഇപ്പം നല്ല ഇതായിട്ടാ കാണുന്നത്.
പാലും ഉണ്ട്. പാലും അങ്ങനെ കുറയുന്നില്ല. ചൂട് കാലത്തും ഇങ്ങനെ കുറയുന്നൊന്നുമില്ല. മുസ്തഫ സാറേ ഒന്ന് ഇടപെടാ. എന്താ മുസ്തഫ സാറേ ഒന്ന് വിവരിക്കാമോ സാറേ? മുസ്തഫ ഇപ്പൊ സാർ. ഒരു പശു ആ 3 മാസം മുന്നേ ഒരു പശു പ്രസവിച്ചേരം കാൽസ്യം കുറഞ്ഞിട്ട് വീണു. അത് മുസ ഡോക്ടർ വന്നതിന് ശേഷം ആ അതിനുള്ള ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇപ്പൊ ഒരു കുഴപ്പമില്ല. അവര് മിനറൽ മിക്സർ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഹലോ, ആ കേൾക്കും. പറയൂ സാർ. മിനറൽ മിക്സർ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. സാധാരണ കാൽസ്യം മിനറൽ മിക്സർ പോലെ മെറ്റീരിയൽ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ എനിമൽസ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഒരു വിചാരം. പക്ഷെ നമ്മൾ ഈ ഫാമിലെല്ലാം നമ്മളെ പൊട്ടൻസൈസ്ഡ് മെഡിസിൻ അല്ലാതെ ഒരു കാൽസ്യപ്പൊടിയോ ഒന്നും കൊടുക്കുന്നില്ല. അതിലൂടെ അത്രയും പൈസ അവർക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. മിൽക്ക് വളരെ പ്യുവർ ആയിരിക്കും. വളരെ മിൽക്കിന്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഒക്കെ ഇംപ്രൂവ്ഡ് ആയിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ബൈ പ്രോഡക്ട്സ് ആണ് കിട്ടുക. നെയ്യിനൊക്കെ നല്ല ടേസ്റ്റ് ആണ്, പാലിന് ടേസ്റ്റ് ആണ്. പാല് എന്നുള്ള ആ പ്രൊഡക്റ്റ് പ്യുവർ പാലാണ് ഈ ഇത്തരം കർഷകർക്ക് ലഭിക്കുന്നത്. അത് അവരുടെ പാൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. സാറ് ബാക്കി വിവരിക്കാമോ പവിത്രൻ സാർ? പറയാമോ? കേൾക്കാം, പറഞ്ഞാൽ മതി. ഹലോ. ആ പറഞ്ഞോളൂ, കേൾക്കാം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ജോയിൻ ഇല്ല, കേൾക്കാം. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പറഞ്ഞോളൂ, അല്ല, സൗണ്ട് നമ്മളിങ്ങോട്ട് കേൾക്കുന്നില്ല, കുറവാ. ഓഡിയോ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എക്സിറ്റ് ചെയ്ത് പറഞ്ഞോളൂ, പോകാൻ പറഞ്ഞോളൂ. താല്പര്യം. പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് സൗണ്ട് കുറവാ. ഫോണിന്റെ ശബ്ദം കുറഞ്ഞിട്ടുണ്ടാവും, അതാണ് ഇത്ര. നിങ്ങളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഒരൊറ്റ പറഞ്ഞോളൂ. സെക്കൻഡ്, അത് നിങ്ങൾ പറയുന്ന സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഓക്കെ, എന്നാ അവിടെ ചെയ്തോട്ടെ. പറയുന്നില്ല പിന്നെ കേൾക്കാതെ. എക്സിറ്റ് ചെയ്തിട്ട് വന്നോട്ടെ സാർ. അതെ, അവരെ ഞാൻ അനുവദിക്കും. ശരി, ഇല്ല. സാർ എക്സിറ്റ് ആയിട്ട് ഇതെല്ലാം കേൾക്കത്തില്ല. എക്സിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ അതെ, ഓക്കെ. ലീവ് ചെയ്യുക, ജോയിൻ ചെയ്യുക, അപ്പൊ ശരിയാവും. ലീവ് ദ മീറ്റിംഗ് ഉണ്ടല്ലോ, മോളിലുണ്ട്. ആ, സലീംകുമാർ ഡോക്ടർക്ക് പോവാം. അല്ല സലീംകുമാർ ഡോക്ടറെ, അവര് കേറാൻ നോക്കിയിട്ട് പറ്റണില്ല എന്ന് പറയുന്നു. അതാ എന്ത് കാര്യം? അവര് കേറി നമ്മൾ കാണണമല്ലോ അവരെ. അതല്ല സാർ, ഇത് വേറെ ആള് സാർ. വേറെയാണോ? ഇതല്ല വേറെ. ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ. നമുക്ക് മിന്നു മാഡത്തിലേക്ക്. മാഡം, നെറ്റ് റെഡിയായോ? നെറ്റ് എങ്ങനെ റെഡിയാണോ മാഡം? ഇത്രയും വീണ്ടും എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റർ ചെയ്യിച്ചിട്ടുണ്ട്. ആ, അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. അത് സംസാരിച്ചോളൂ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പൊ എന്താണ്? ഒരു 3 മാസം മുന്നേ ഒരു പശു കാൽസ്യം കുറഞ്ഞിട്ട് വീണ്. ആ അപ്പൊ അത് ഡോക്ടർ മരുന്നെല്ലാം കൊടുത്ത് ഇപ്പൊ ഒരു വർഷമൊന്നുമില്ല. ഇപ്പൊ ചൂടായിക്കാണ്. അതിന് 3 പ്രസവിച്ച് ആ 30 ലിറ്ററിന്റെ മേലെ പാല് കിട്ടുന്നുണ്ടേനു. പിന്നെ അപ്പൊ ഇനിയിപ്പൊ ഇത് കുത്തി വെക്കണോ ചൂടാകുന്നതിന്? മുസ്തഫ സാറേ, വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കാലിന്റെ മുഴയില്ല ആ മുട്ടിന് ആ അതും ആ ഗുളിക കൊടുത്തതിന് ശേഷം ചുരുങ്ങിയിട്ട് അത് പോയിട്ടില്ല. ഇപ്പം മരുന്ന് ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പം കുറെ 2 ബോട്ടിൽ മേടിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി. കാൽക്കേരിയ ഫ്ലൂറിക് അപ്പൊ അതിന് ചെറിയ ഇപ്പൊ ഒരു കോട്ടി വണ്ണത്തിൽ ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. മൊത്തത്തില് ഇത് അഡോപ്റ്റ് ചെയ്തതിലുള്ള ഗുണങ്ങളാണ് ഒന്ന് പറയേണ്ടത്. അത് നല്ല മാറ്റമുണ്ട്. നല്ല പശു നല്ല ആരോഗ്യമായിട്ടുണ്ട്. ഈ ഒരു വർഷമേ ഉള്ളൂ.
അതൊക്കെ ആവും. ആ ആ മൊത്തം നമ്മളെ ഈ ചികിത്സാ രീതി സ്വീകരിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ മൊത്തത്തിലുള്ള ഗുണകർ ആണ് പറയുന്നത്. ആ ആ അത് നല്ല ഗുണം തന്നെ, നല്ല ഇതായിരുന്നു. പിന്നെ ഈ പശുവിനെ വീണുപോയിട്ട് നമ്മൾ പിന്നെ ഒരു പ്രശ്നമില്ല, അത് ഡോക്ടർ വന്ന് അതിന് കാൽസ്യത്തിനെല്ലാം കൊടുത്ത് പിന്നെ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഇതും കൊടുത്ത് ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല ഇതായിട്ട് നല്ല ഉഷാറാ. ഭക്ഷണം കഴിക്കുന്നതിനോ ഒരു അതായത് ഇതുമില്ല. ചൂടുകാലമായിട്ട് പോലും വലിയ ഇല്ല തോതിലുള്ള ഇല്ല പാലിന് കുറവുണ്ടായിട്ടില്ല. ഇപ്പൊ 3 മാസവും ചില്ലറയായി. അന്നേരം 32 ലിറ്റർ ആണ് കിട്ടിയത്. ഇപ്പൊ ഒരു 26-27 ലിറ്റർ ഇങ്ങനെ കണ്ടിന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വതവേ ഉള്ളതെന്ന് വെച്ചാൽ ഡോക്ടർ മരുന്ന് കൊടുക്കുന്നതിന്റെ മുമ്പേ എനിക്കിവിടെ 25-26 കിട്ടുന്ന പശുവിന് ഒരു മാസം കിട്ടിക്കഴിഞ്ഞാല് അത് പിന്നെ ഒരു 15-18 ലിറ്റർ പാല് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകും. അത് പിന്നെ 15 ലിറ്റർ 12 ലിറ്ററിലാണ് നിൽക്കും. അങ്ങനെയാ പെട്ടെന്ന് തന്നെ. ഇതിപ്പോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ അത് പ്രസവിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. കഴിഞ്ഞ 2-ാം തീയതിക്ക് 3 മാസമായി. അജയകുമാർ ഡോക്ടർ എത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്ക് പാലിന്റെ ഉൽപാദനം നിലനിർത്താൻ പറ്റുന്നുണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണകരമായ ഒരു അവസ്ഥ അല്ലേ? ഓക്കെ സാർ, നമ്മുടെ ഗസ്റ്റ് അജയകുമാർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ ഇടയ്ക്ക് വെറ്റിനറി മെഡിസിനോടെ പോയി, അതാണ് സാറ് പെട്ടെന്ന് പാലിന്റെ കാര്യം എന്താണെന്ന്. ഹോമിയോപ്പതി വെറ്റിനറി മെഡിസിൻ മുസ്തഫ സാർ ഉണ്ട്. സാർ വെറ്റിനറി സർജനാണ്. അപ്പൊ സാറിന്റെ ചില പേഷ്യൻസിന് വേണ്ടി, സാറിന്റെ പേഷ്യൻസിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ, അതിനു വേണ്ടി അവർ വന്നതാണ്. അജയകുമാർ സാറേ സ്വാഗതം. അൺമ്യൂട്ട് ചെയ്യണേ സാറേ, അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യാണ്. കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. സർ സോറി, ഞാനൊരു പ്രൊസീജിയറിലായപ്പോ ഞാനിപ്പോഴും കാത്തലാബിൽ നിൽക്കുവാണ്. അപ്പൊ ജസ്റ്റ് പ്രൊസീജിയർ ഒരു അക്യൂട്ട് MI ഒരു ആൻജിയോപ്ലാസ്റ്റി ഇപ്പൊ കഴിഞ്ഞു. അക്യൂട്ട് MI ആയതുകൊണ്ട് നമുക്ക് എമർജൻസി ആയതുകൊണ്ട് കയറേണ്ടി വന്നതാണ്. 2 മണിക്കൂറായിട്ട് പ്രൊസീജിയർ ആയിരുന്നു. നേരത്തെ തീരുമെന്ന് വിചാരിച്ചു. സാർ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് അത് സാറിന് ഇനോഗ്രേഷൻ ഹോമിയോപ്പതി ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്നുള്ളതാണല്ലോ. അപ്പൊ ആ പ്രോഗ്രാം ഇനോഗ്രേഷൻ ആയിരുന്നു. സാറ് പറഞ്ഞോളൂ സാർ. ഇല്ല, എന്തായാലും സോറി ടു ബി ലേറ്റ് ഫോർ ദിസ് പ്രോഗ്രാം. മലയാളത്തിൽ പറയാമല്ലോ? തീർച്ചയായിട്ടും. അപ്പം എനിക്ക് പറയാനുള്ളത്, ബീങ് എ മോഡേൺ മെഡിസിൻ പേഴ്സൺ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എവരി മെത്തേഡ് വി യൂസ് ഫോർ ഹെൽത്ത്, ഏത് മാർഗം ഉപയോഗിച്ചാലും ultimate goal is good health and avoiding unhealth or disease. How to come out of disease or how to prevent disease. ഇതാണല്ലോ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷൻ. ഒരു മേജർ നമ്മുടെ മാൻകൈൻഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് സെക്ടറാണ്. ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കി എന്തുണ്ടായിട്ട് കാര്യമുള്ളൂ. എത്ര വെൽത്ത് ഉള്ളവർക്കും ഹെൽത്ത് ഇല്ലെങ്കിൽ ആ വെൽത്ത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, ഹൗ ടു പ്രിവെന്റ് ഡിസീസസ്, ഈവൻ ഇഫ് യു ഗെറ്റ് ഡിസീസ്, ഹൗ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അതിന് മൾട്ടിപ്പിൾ മൊഡാലിറ്റീസ് മാൻകൈൻഡ് ഹാസ് ഫൗണ്ട് ഔട്ട് ത്രൂ അവർ സെഞ്ചുറീസ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് ഡീപ് തോട്ട്. അപ്പം ഹോമിയോപ്പതിയുടെ തന്നെ ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി പലർക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ് അവരൊക്കെ അതിനെപ്പറ്റി മോശമായിട്ടൊക്കെ സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെയുള്ള മീറ്റിംഗ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ്, നമ്മുടെ ഫിസിക്കൽ ബോഡി പോലെ തന്നെ ദർ ഈസ് എ മെന്റൽ ബോഡി ആസ് വെൽ ആസ് എ ഇമോഷണൽ ബോഡി ആൻഡ് എ എനർജി ബോഡി. ഈ 4 ലെയേഴ്സിലാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഫിസിക്കൽ ബോഡി ലെവലിൽ ഡെഫിനറ്റ്ലി മോഡേൺ മെഡിസിൻ ഹാസ് ദ ബെസ്റ്റ് റോൾ. മോഡേൺ മെഡിസിൻ ഈസ് വെരി, നമ്മൾ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസിലി യു ക്യാൻ ഡെഫിനറ്റ്ലി ഡിഫെൻഡ് മോഡേൺ മെഡിസിൻ. നമ്മൾ ലോജിക്ക് എൻഡ്സ് വെയർ ലൈഫ് സ്റ്റാർട്ട്സ് എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിന്റെ ലോജിക്കിനകത്ത് നിൽക്കുന്ന ഒരു സാധനമല്ല. ലൈഫ് ഇവോൾവ് ഇൻ ഈ എർത്ത്. ഹൗ ഇറ്റ് ഇവോൾവ് എന്ന് നമുക്ക് എത്ര ലോജിക്കലായിട്ട് ചിന്തിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഹൗ ലൈഫ് ഈസ് സസ്റ്റൈനിങ് ത്രൂ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഹ്യൂമൻസ് വരുന്നതിന് മുമ്പ് എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഹ്യൂമൻസ് ഇല്ലാതെ ഇവിടെ ലൈഫ് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞാണ് ഹ്യൂമൻസ് വന്നത്. സോ അതുകൊണ്ട് ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, ഹൗ ഇറ്റ് ഇസ് സസ്റ്റൈനിങ്, ഹൗ ഇറ്റ് ഹസ് കം ടു ദിസ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഇൻ എ ഹ്യൂമൻ ബോഡി. അപ്പൊ അത് ദാറ്റ് ഈസ് അനദർ ലെവൽ. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒരു കാര്യമല്ല ലൈഫ് ആസ് വെൽ ആസ് ഹെൽത്ത്. അപ്പൊ അതുകൊണ്ട് ഹോമിയോപ്പതിയുടെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ഡീപ്പർ. ഫിസിക്കൽ ബോഡി എന്നുള്ള ലെവലിൽ നിന്നും ഗോയിങ് ഇൻവേർഡ്സ് ടു ദ എനർജി ബോഡി ആസ് വെൽ ആസ് ഇമോഷണൽ ബോഡി എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ ഇന്റർപ്ലേ ബിറ്റ്വീൻ ഓൾ ദീസ് ലെവൽസ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ എനർജിയുടെ ബോഡിയുടെ എനർജി ലെവലിൽ വരുന്ന ചേഞ്ചസ് വിൽ സീരിയസ്ലി അഫക്റ്റ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. ഈവൻ മോഡേൺ മെഡിസിൻ പോലും നമ്മൾ പറയുന്ന പോയിന്റ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആക്ച്വലി പ്രൊഡ്യൂസിങ് physical problems, real physical problems which can be proved. But the cause is not physical issues, it is psychological. തിരിച്ചുകൊണ്ട് physical diseases or physical ailments leading to psychological diseases. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ ഇന്നറായിട്ട് പോകുമ്പോഴാണ് physical problems leading to emotional and energy problems, energy issues of the body coming down to emotional, mental and physical diseases. But ഈ interplay between all these layers of life, ഈ നാലും അല്ല അതിനുള്ളിലാണ് ലൈഫ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. മിനിമം വി ഷുഡ് ബി അവെയർ അബൌട്ട് എനി പേഴ്സൺ ഡീലിംഗ് വിത്ത് health and the fight against diseases should know it is not just the physical body which is important, because physical body, as you all know, നമ്മൾ മരിക്കുമ്പോൾ physical body is still there. എസ്പെഷ്യലി ഞങ്ങൾ കാർഡിയോളജിസ്റ്റാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫിസിക്കൽ ബോഡി നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ രാത്രി നമ്മളൊരു എമർജൻസി ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റ് ഇപ്പോൾ ഒരു പേഷ്യന്റ് ചെയ്തു. പേഷ്യന്റ് അറൌണ്ട് 64 years of age. പുള്ളിയുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് ഇപ്പൊ ഫൈനൽ റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്തായാലും കാത്ത് ലാബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതും കൂടെ കാണാൻ പറ്റും. ഇത് ഫൈനൽ റിസൾട്ട് ആണ്. ഐ ക്യാൻ ഷോ യു ദ ഇനിഷ്യൽ ഹൗ ഇറ്റ് വാസ് ഇനിഷ്യലി. ഇത് ഫിസിക്കൽ ലെവലിലുള്ള പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരുന്നാണ്. ദ ലെഫ്റ്റ് ഹാൻഡ് ഡിസെൻഡിങ് ആർട്ടറി ആണിത്. അതിന്റെ മൾട്ടിപ്പിൾ ബ്ലോക്സ് ഇതൊക്കെ 95-99% ബ്ലോക്ക് ആണിത്. 3 എണ്ണം ഉണ്ടായിരുന്നു കൺസിക്യൂട്ടീവ് ആയിട്ട്. പ്രോക്സിമൽ, മിഡ് ആൻഡ് ഡിസ്റ്റൽ ആയിട്ട് 3 ലീഷൻസ് ആണ്. ഇങ്ങനെ ഇരുന്ന കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് ഹാൻഡ് ഡിസെൻഡിങ് ആർട്ടറി ക്യാൻ സി. ഇതാണ് ഫൈനലി ഐ ഹാവ് ഡൺ. അത് കുറച്ച് കോംപ്ലക്സ് പ്രൊസീജിയർ ആയിരുന്നു. ഫൈനൽ റിസൾട്ട് ഇസ് ദിസ്. ഐ തിങ്ക് യു ക്യാൻ സീ ദാറ്റ് അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സർ, കാണാം. സോ ഫൈനൽ റിസൾട്ട് ഇസ് ദിസ്. ആക്ച്വലി ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സ്റ്റെൻറ്റും ഓവർലാപ്പ് ചെയ്ത് ഇവിടുന്ന് ഒരു സ്റ്റെൻറ്റ് ഇട്ടിരിക്കുകയാണ്. ആക്ച്വലി അങ്ങനെയാണ് ഇത് ഫൈനൽ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇത് ഫിസിക്കൽ ലെവലിലാണ്. പക്ഷെ ഈ അസുഖം അന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അന്ന് ഇമോഷണൽ പ്രോബ്ലംസും നിങ്ങളുടെ എനർജി പ്രോബ്ലംസും എല്ലാം ഇതിനെ എയ്ഡ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഇമോഷണൽ ഇഷ്യൂസും ഒക്കെ നമ്മൾ ചില സിനിമയിൽ കാണുമല്ലോ. ഒരു കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ട് പെൺകുട്ടിയുടെ അച്ഛൻ കല്യാണത്തിന് അന്ന് എന്തെങ്കിലും ഡൗറി പ്രശ്നം വരുമ്പോഴത്തേക്ക് കല്യാണം മുടങ്ങി പോകുമ്പോൾ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വെറും നാടകമല്ല അതൊന്നും, ആക്ച്വൽ ലൈഫിൽ നടക്കുന്ന ഇഷ്യൂസ് ആണ്. ഇമോഷണൽ മേജർ ഇമോഷണൽ ഇഷ്യൂസ് ലീഡ് ടു അൺസ്റ്റേബിൾ കൊറോണറി പ്ലാക്ക്. കൊറോണറി വൾണറബിലിറ്റി ഒക്കെ കൂട്ടുന്നത് ഇമോഷണൽ ഇഷ്യൂസ് ആണ്. അത് വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആങ്സൈറ്റി, ടെൻഷൻ, സഡൻ ഇമോഷൻസ് പ്രൊഡ്യൂസസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അതിറോമാറ്റസ് പ്ലാക്കിനെ അൺസ്റ്റേബിൾ ആക്കി മാറ്റുന്നു, അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഉണ്ടാക്കുന്നു. വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് യു ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ ബോഡി, സോ മച്ച് ഈസ് ഇൻവോൾവ് ഇൻ ഗുഡ് ഹെൽത്ത്. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല. ബേസിക്കലി യു ആർ ഡീലിംഗ് വിത്ത് ലൈഫ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലൈഫിനെ ഇതുവരെ ഡിഫൈൻ ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല.
ഒരാൾ ജീവനോടെ ഇരിക്കുന്നു, പെട്ടെന്ന് മരിക്കുന്നു, അയാളുടെ ബോഡി അവിടെ തന്നെ ഉണ്ട്. എന്താണ് പിന്നെ അത് പോയെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു മിനിറ്റ് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് 1 മിനിറ്റ് കഴിഞ്ഞപ്പം സംസാരിക്കുന്നില്ല. ആ 1 മിനിറ്റ് മുമ്പ് ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു, അയാളൊരു എന്തൊക്കെയോ അയാൾ ഏതോ മതമാണ് ജാതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം മാറി. മതവും ഇല്ല, ജാതിയില്ല, മനുഷ്യ പേരും പോയി. ഡെഡ് ബോഡി എന്നുള്ളൊരു പേര് മാത്രമായി. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് ബേസിക്കലി നമ്മുടെ ഹോമിയോപ്പതി ഡീൽസ് വിത്ത് മച്ച് ഡീപ്പർ ഇഷ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഹോമിയോപ്പതിയെ പറ്റിയുള്ള ആളുകളുടെ വിമർശനം. So I only want to thank every one of you for listening to me for such I was too late. I was late in joining the program. Thank you for giving me an opportunity. World Homeopathy Day actually coming on 10th. Animan's birthday ആണ്. That is April 10th. അതിനൊരു 3 ദിവസം മുമ്പ് നമ്മൾ കൂടിയിരിക്കുകയാണ്. എനിവേ, ഹനുമാന്റെ ആ ഒരു ഇമ്പാക്ട് ഓൺ ഹ്യൂമാനിറ്റി ആൻഡ് ഡിസീസ് ആൻഡ് ഹെൽത്ത് ഇസ് സോ വാസ്റ്റ് ആൻഡ് സച്ച് എ ഗ്രേറ്റ് സബ്ജക്ട്. I wish that we have a good new generation of homeopaths who will defend their profession and they'll be fighting for their profession. ഞാൻ എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്തും പറയുന്നതാണ്, നിങ്ങൾ യു ആർ വെരി ഗുഡ് ഇൻ യുവർ പ്രൊഫഷൻ, ബട്ട് യു ആർ നോട്ട് ഏബിൾ ടു ഡിഫെൻഡ് ഇറ്റ്. യു ആർ നോട്ട് ട്രെയിൻ ടു ഡിഫെൻഡ് യുവർ പ്രൊഫഷൻ. അതും കൂടെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. യു ഷുഡ് ബി ഏബിൾ ടു ക്ലിയർലി എക്സ്പ്ലെയിൻ ആൻഡ് ഷോ വിത്ത് പ്രൂഫ് what great work you are doing. Anyway, thank you very much. Thank you, Manoj sir, for giving me this opportunity. വളരെ നന്ദി സാർ. ലേറ്റ് ആയെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി, വളരെ സന്തോഷം. മാത്രമല്ല ഈ വേദിയിൽ ഞാൻ ഒരു കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അജയകുമാർ സാർ ചില്ലറക്കാരനല്ല. അദ്ദേഹം പാട്ട് പഠിച്ചിട്ടുണ്ട്, സംഗീത കച്ചേരി നടത്തിയിട്ടുള്ള ആളാണ്, കഥകളി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സകലകല വല്ലഭൻ കൂടിയായ ഒരു മഹാമനുഷ്യനാണ്. അത് കഴിഞ്ഞ ദിവസം ഓട്ടിസം ഡേ എനിക്ക് മനസ്സിലായി. സാർ വളരെ നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. സന്തോഷം സാർ, വളരെ നന്ദി. അങ്ങേക്ക് തുടരാൻ കഴിയുമെങ്കിൽ തുടരുക, അല്ലെങ്കിൽ കുഴപ്പമില്ല സാർ. വളരെ നന്ദി. ഓക്കെ സാർ. സരികുമാർ സാറെ അൺമ്യൂട്ട് ചെയ്യുമോ? ഹലോ 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 കേക്കാം. സാറിന് നെറ്റ് പോയെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ, നന്നായിട്ട് കേക്കാം. പറഞ്ഞോളൂ. അതെ, ഒരു ജ്യോതിഷുണ്ട്, ഒന്ന് വിളിക്കാവോ? നോക്കട്ടെ സാർ. ജ്യോതിഷ് അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാമോ? ഒരു ജ്യോതിഷ് അൺമ്യൂട്ട് ചെയ്യാമോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല സാർ. ജ്യോതിഷ് ഉണ്ട്, ആളുണ്ട്. അൺമ്യൂട്ട് ചെയ്യാമോ? ഇല്ല, പാനിൽ കാണുന്നത് എന്താണ് കാണുന്നതാണ്. അൺമ്യൂട്ട് ചെയ്യാമോ ജ്യോതിഷ്? റെസ്പോണ്ട് ചെയ്യുന്നില്ല സാറേ. ജ്യോതിഷ് അൺമ്യൂട്ട് ചെയ്യൂ. ലീവ് ചെയ്തിട്ടുണ്ട് സാർ, ഇപ്പൊ ആളില്ലല്ലോ, ലെഫ്റ്റ് ആയി. എന്നാലും അജയകുമാർ സാറിന്റെ വാക്കുകൾ വളരെ എല്ലാ ഫിസിഷ്യന്മാരും മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് രാമായണത്തിൽ രംഗം അറിയാമല്ലോ. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ച് വീണാൻ അവനിയിൽ. അതായത് രാമൻ രഥത്തിൽ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിക്കി മോനെ മോനെ കൊണ്ട് രാമൻ നിന്നില്ല. നിൽക്കൽക്ക് എച്ചകച്ച പൊയ്ക്കോടെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് താഴെ പോയി. ആര്? ചക്രവർത്തി ദശരഥൻ ഒരു മകന്റെ വിയോഗത്താൽ.
അപ്പൊ അത്രയും മരിച്ചൊന്നും പോയില്ല, പക്ഷെ വീട്ടിൽ നിന്ന് പോകണമെന്നേ ഉള്ളൂ. അപ്പൊ അത്രയും ഇമോഷണലാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എല്ലാ ജീവികളും, ഓൾമോസ്റ്റ് എല്ലാ ജീവികൾക്കും ഉണ്ട്, മരങ്ങൾ കൊണ്ട് മനുഷ്യരെ കൊണ്ട് എല്ലാം ഉണ്ട്. ഹോമിയോപ്പതി മനസ്സിലാക്കുന്നത് നമുക്ക് പറയാൻ പറ്റുള്ള അത് ഉപയോഗിച്ച് മനസ്സിൽ കൊടുക്കാനും പറ്റുന്നുള്ളൂ. അപ്പൊ ഇതൊരു പ്രാക്ടിക്കൽ സിസ്റ്റമാണ് ഹോമിയോപ്പതി. അപ്പൊ അതിന്റെ ഉദാഹരണം നമ്മൾ ഈ കണ്ടതെല്ലാം അത് തന്നെയാണ്. മുസ്തഫ സാർ ഇതിനാരിലുണ്ടോ സാറേ? അദ്ദേഹം ശ്രമിക്കണ്ടായി, പക്ഷെ കട്ടായി പോയെന്നാ പറഞ്ഞത്. ആണല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഇപ്പൊ ഒന്നാണ് നോക്കി. ഇല്ല, ഇതിനകത്തുണ്ട് സാറേ, ആളുണ്ട്. ആ, ആളുണ്ട്. ഒരാൾക്ക് മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും അറിയില്ല. ഇല്ല, പുള്ളി ഇതൊക്കെ ചെയ്യുന്നയാളാ. അപ്പൊ നെറ്റ് പ്രോബ്ലം ആണ് സാർ, തീർച്ചയായിട്ടും അതായിരിക്കും. വേറെ കക്ഷി കയറാൻ നോക്കിയിട്ട് വരണ്ടായില്ല. നമ്മള് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെൻഡ് ചെയ്ത് നോക്കിയ ഡോക്ടറെ, അപ്പൊ ചിലപ്പോ അത് പ്രസ് ചെയ്താൽ മതിയല്ലോ. ഇല്ല ഡോക്ടർ, എന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കോഹോസ്റ്റ് ആക്കി നോക്കി, അതിന് രക്ഷയില്ല. പുള്ളി കയറിയിട്ടും പറ്റിയില്ല എന്ന് പറഞ്ഞു. ആ, സംസാരിച്ചോളൂ. ഹലോ. ജ്യോതിഷ് ജ്യോതിഷ് സംസാരിക്കാം. ആ, സംസാരിക്കൂ, കേൾക്കാം. ആക്ച്വലി ജ്യോതിഷനെ നേരിട്ട് കണ്ടിട്ടില്ല, അതേ രസം. എന്തോ ഇത് സാറേ കേട്ടില്ല. ഈ ജ്യോതിഷനെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ, ആ, അതേ രസം. ജ്യോതിഷ് സംസാരിക്കാമോ? ഇല്ല. റേഞ്ച് പ്രശ്നമുണ്ടോ? ഓക്കെ. അപ്പൊ നാളെയും IFPH പ്രത്യേക ശ്രീമതി അഞ്ജു അരവിന്ദ് പങ്കെടുക്കുന്ന പ്രോഗ്രാം ഉണ്ട്. 10-ാം തീയതി ലോക ഹോമിയോപ്പതി ദിനം പ്രമാണിച്ച് 2 പ്രോഗ്രാമുള്ള ഓഫ്ലൈൻ പ്രോഗ്രാം, ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. ഓഫ്ലൈൻ പ്രോഗ്രാം തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജ് വെച്ചിട്ടാണ്. അതിന്റെ ഒരു ശ്രീമതി അവനി, കുമാരി അവനി ചലച്ചിത്ര താരം, അല്ല, ഗായികയാണ്, പിന്നണി ഗായികയാണ്. അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അത് പ്രമാണിച്ച് നമ്മൾ കേരളമോദിയുമായിട്ട് ചേർന്ന് സപ്ലിമെന്റ്, ഒരു ഫുൾ കളർ പേജ് സപ്ലിമെന്റ് ഇറക്കുന്നുണ്ട് ഹോമിയോപ്പതി ഡേ പ്രമാണിച്ച്. അതുകൂടാതെ രാത്രി 10 മണി 9:30-ക്കുള്ള ഹോമിയോപ്പതി സെഷനിൽ PMS ഡെന്റൽ കോളേജ് ചെയർമാൻ ശ്രീ താഹ സാർ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. അതിനകത്ത് ഹോമിയോപ്പതി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ കൃഷ്ണദാസ് സാറാണ്. ഇതിനൊക്കെ പുറമെ വളരെ സർപ്രൈസ് ആയ ഒരു ആശംസ കൂടി അതിനകത്ത് വരുന്നുണ്ട്. എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏപ്രിൽ 10-ന്. മുസ്തഫ സാറെ, പവിത്രൻ സാർ പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ഇടയ്ക്ക് നെറ്റ് പോയി. വേറെ 1-2 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ആരും കണക്റ്റഡ് ആവുന്നില്ല. അല്ല, ഓക്കെ, സാരമില്ല. അല്ല, എന്തായാലും എന്താ പരിപാടി? അജയകുമാർ സാറിന്റെ എൻട്രിയോട് കൂടി ഗംഭീരമായി. അദ്ദേഹം ആ യാഥാർത്ഥ്യം എത്രത്തോളം നിസ്സാരമാണ് അല്ലേ, ഒരുപിടി നീർപ്പോളകൾ പൊലിയും വരെ എന്ന് കവിയുടെ ഭാവനയിലാണെങ്കിലും സത്യമാണ് എന്നുള്ളത് സാറിന്റെ ആ വാക്കുകളോട് തെളിയുകയുണ്ടായി. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റാതെങ്കിൽ മനസ്സിലായി, തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രൊസീജിയറിലായിരിക്കും. അവരൊക്കെ 24 hours ആണ്, 24x7 ആണ്. യാതൊരു റെസ്റ്റും ഇല്ല, എന്നിട്ട് ഇതിനെ സമയം കണ്ടെത്തുന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ അവർക്ക് ഈ സമയം കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസത്തിൽ ആ ഒരു പ്രത്യേകത അത്രത്തോളം അവരെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നടന്നിട്ടും ബിന്ദു ഡോക്ടർക്ക് വിഷമം തോന്നിയ കാര്യം കുട്ടികളാരും വന്നിട്ടില്ല. കാരണം നാളെ അവരുടെ ഭാവി അതിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അതുപോലും മറന്നിട്ടാണ് അവർ പെരുമാറുന്നത്. സ്വയം മറന്ന് എന്തോ പറഞ്ഞതൊക്കെ ഈ എന്തോ ഏതോ ഒരു മായാജാലത്തിൽപ്പെട്ടാണൊക്കെ പോകണമെന്ന് തോന്നുന്നു. വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും പരിപാടി അവസാനിക്കുന്ന സമയമായിരുന്നു. ഡോക്ടർ അജിനിയെ നന്ദി പറയാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ അജിനി. ഇന്നത്തെ പ്രോഗ്രാം വളരെ നന്നായിട്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അജയകുമാർ ഡോക്ടർ ഹൃദയങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ഹൃദയം തൊട്ട് പോയി എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിൽ നിന്നൊരു അഭിപ്രായം പറഞ്ഞ ഡോക്ടർ അജയകുമാർ ഡോക്ടർക്കും, നമുക്ക് സ്വാഗതം പറഞ്ഞ ഡോക്ടർ ഹേമ ശേഖർക്കും, പിന്നീട് നമുക്ക് ഡോക്ടർ ബിന്ദുവിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ചികിത്സിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ആളാണ്. ആ കുട്ടികളെല്ലാം കൂട്ടത്തിൽ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഡോക്ടർ ബിന്ദുവിനും ഡോക്ടർ ബിന്ദുവിന്റെ ചികിത്സയെ പറ്റി പറയാനായിട്ട് ഇവിടെ വന്നിരുന്ന സഖി മാഡത്തിനും ജൂലി മിന്യു മാഡത്തിനും പിന്നെ ഡോക്ടർ മുസ്തഫ ഡോക്ടർ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം എന്നും ഹോമിയോപ്പതിയോടൊപ്പം യാത്ര ചെയ്യുകയും എന്നും നമുക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്ന ആളാണ്.
അദ്ദേഹവും ചികിത്സയിലുടനീളം ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ, അദ്ദേഹത്തിന്റെ ചികിത്സയെ പറ്റി സംസാരിക്കാൻ വന്ന പവിത്രൻ സാറിന്, പവിത്രൻ സാറ് സത്യത്തിൽ എന്താ പറയുക, വളരെ പ്യുവറായിട്ടൊരു അഭിപ്രായമാണ് പറഞ്ഞത്. നേരത്തെ ചിന്തിച്ചു വെക്കാതെ എന്താണ് സംഭവിച്ചതെന്നുള്ള നല്ല രീതിയിൽ നമുക്കൊരു റിവ്യൂ തരികയും ചെയ്തു. അദ്ദേഹത്തിനും പിന്നെ ഡോക്ടർ സലീം കുമാർ സാറ് കൊണ്ടുവന്നിരുന്ന ജ്യോതിഷിന് സംസാരിക്കാൻ സാധിച്ചില്ല, എന്നാൽ പോലും ജ്യോതിഷ് അതിനുവേണ്ടി തുനിയുകയും സംസാരിക്കാൻ ഇവിടെ വരികയും ചെയ്തു. അദ്ദേഹം ഞാൻ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആക്കി എടുക്കാൻ ഡോക്ടർ മനോജ് കുറെ ദിവസം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഡോക്ടർ മനോജിനും മറ്റ് നമ്മുടെ എല്ലാ IFPH കുടുംബാംഗങ്ങൾക്കും പിന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മുടെ ഹോമിയോപ്പതിക് ലവേഴ്സിന് പ്രത്യേകം നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളും തിരിച്ചങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ ഒന്നുകൂടെ IFPHന്റെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഹോമിയോപ്പതി രംഗത്ത് മെഡിക്കൽ രംഗത്ത് ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ചേർന്ന് ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്യുകയാണ്. IIT ഖരഗ്പൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പരിപാടി ചെയ്യുന്നത് 6 സ്പെഷ്യാലിറ്റി ഉണ്ട്. ബയോകെമിസ്ട്രി, ജനറൽ മെഡിസിൻ, പതോളജി, റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് ഫിസിയോളജി, കമ്മ്യൂണിറ്റി, ഇതെല്ലാം തന്നെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് MBBS ഡോക്ടേഴ്സിന് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ ആൾക്കാർക്ക് അവസരം ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മൾ സെൻസിറ്റീവ് ആകണം, പത്രങ്ങളൊക്കെ നോക്കണം, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, എങ്ങനെ ചെയ്യാൻ പറ്റും. ശാരദകൃഷ്ണ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നൊരു മെക്കാനിസം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, പക്ഷെ അത് മുമ്പോട്ട് പോയിട്ടില്ല. അപ്പൊ ഇതിന് ലിവറേജ് കൊടുക്കാൻ എങ്ങനെ പറ്റും, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതും കൂടെ പഠിക്കണം. അല്ലാതെ മെഡിസിൻ മാത്രം കൊടുത്തു അത് മാത്രമല്ല. അപ്പൊ എത്രത്തോളം മുന്നോട്ട് പോകണം, ഓരോ ചുവടും ശക്തമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഹോമിയോപ്പതി കൊണ്ട് ആൾക്കാർ ഗുണമുണ്ടാവുള്ളൂ. കാരണം ഹോമിയോപ്പതി 15,000 ഉള്ളൂ, പക്ഷെ ഉപയോഗിക്കുന്നവർ എത്രയും ലക്ഷങ്ങളുണ്ടാവും. നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ 2 വർഷം മുമ്പ് 1,60,00,000 പേരാണ് ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്തത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ. അപ്പൊ അത്രയും ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു വലിയ ഭൂരിപക്ഷം അപ്പുറത്തുണ്ട്. അപ്പൊ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പഠിക്കുക എന്നുള്ള അത്യാവശ്യമാണ്. നാളെയും നമ്മുടെ പരിപാടി തുടരും. നാളെ ഇതേ സമയം വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.